നമ്മളിപ്പോൾ ചാണക്യനീതിയിലെ വളരെ പ്രസിദ്ധമായ ഒരു ശ്ലോകത്തിലേക്കാണ് കടക്കുന്നത്. ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ ഒഴിവാക്കേണ്ട 3 പ്രധാന കാര്യങ്ങളെക്കുറിച്ചാണ് ചാണക്യൻ ഇവിടെ മുന്നറിയിപ്പ് നൽകുന്നത്. 1-ാം അധ്യായം ശ്ലോകം 4. സംസ്കൃത ശ്ലോകം. മൂർഖശിഷ്യോപദേശേന ദുഷ്ടസ്ത്രീഭരണേന ച ദുഃഖിതൈഃ സംപ്രയോഗേണ പണ്ഡിതോऽഭ്യവസീദതി. പദാനുപദ അർത്ഥം: മൂർഖശിഷ്യ ഉപദേശേന, വിഡ്ഢിയായ ശിഷ്യനെ ഉപദേശിക്കുന്നത് കൊണ്ടും, ദുഷ്ടസ്ത്രീ ഭരണേന, സ്വഭാവഗുണമില്ലാത്ത സ്ത്രീയെ സംരക്ഷിക്കുന്നത് കൊണ്ടും, അതായത് ഭരിക്കുന്നത് കൊണ്ടും, ദുഃഖിതൈഹി, എപ്പോഴും ദുഃഖിച്ചുകൊണ്ടിരിക്കുന്നവരുമായുള്ള, സംപ്രയോഗേണ, സമ്പർക്കം പുലർത്തുന്നത് കൊണ്ട് അഥവാ കൂട്ടുചേരുന്നത് കൊണ്ട്, പണ്ഡിതഃ അഭി, പണ്ഡിതനായാൽ പോലും, അതായത് അറിവുള്ളവനായാൽ പോലും, അവസീദതി, കഷ്ടപ്പെടുന്നു അഥവാ ദുഃഖത്തിലാകുന്നു, നശിക്കുന്നു. ഗഹനമായ അർത്ഥതലങ്ങൾ. 1. ഭൗതിക അർത്ഥം: അറിവില്ലാത്തവനും അത് ഉൾക്കൊള്ളാൻ തയ്യാറല്ലാത്തവനുമായ ഒരാളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് സമയവും ഊർജവും കളയുന്നതിന് തുല്യമാണ്. അതുപോലെ ദുഷ്ടചിന്തയുള്ളവരുമായി ജീവിക്കുന്നതും എപ്പോഴും നിഷേധാത്മകമായി, നെഗറ്റീവായി ചിന്തിക്കുന്നവരോടൊപ്പം സമയം ചെലവഴിക്കുന്നതും ഒരാളുടെ മാനസിക സമാധാനം നശിപ്പിക്കും. എത്ര വലിയ ബുദ്ധിമാനായാലും ഇത്തരം സാഹചര്യങ്ങളിൽ പെട്ടുപോയാൽ അയാൾ മാനസികമായി തളർന്നുപോകും. 2. ആത്മീയ അർത്ഥം: ആത്മീയമായി നോക്കിയാൽ നമ്മുടെ മനസ്സാണ് ഇവിടെ പണ്ഡിതൻ. നമ്മുടെ ഇന്ദ്രിയങ്ങൾ തെറ്റായ വഴിക്കാണ്, അതായത് ദുഷ്ടസ്ത്രീ, മൂർഖശിഷ്യൻ അവ വഴിയാണ് പോകുന്നതെങ്കിൽ എത്ര വലിയ ആത്മീയ ജ്ഞാനമുള്ളയാളിനും മനസ്സിൻ്റെ ശാന്തി നിലനിർത്താൻ കഴിയില്ല. മോശമായ കൂട്ടുകെട്ടുകൾ, അതായത് സത്സംഗത്തിന് വിപരീതമായവ, ഒരുവൻ്റെ ആത്മീയ ചൈതന്യത്തെ ചോർത്തിക്കളയുന്നു. നമുക്ക് ലഭിക്കുന്ന ഉപദേശം: നമ്മുടെ അറിവ് ആർക്ക് നൽകണം, ആരെ സംരക്ഷിക്കണം, ആരോടൊപ്പം സമ്പർക്കം പുലർത്തണം എന്ന കാര്യത്തിൽ വളരെ ശ്രദ്ധ വേണം. അർഹതയില്ലാത്തവർക്ക് നൽകുന്ന ഉപദേശം നമുക്ക് തന്നെ വിനയാകും. എപ്പോഴും പരാതി പറയുന്നവരോടൊപ്പം ഇരിക്കുന്നത് നമ്മുടെ പോസിറ്റീവ് ഊർജത്തെ നശിപ്പിക്കും. ഗുണപാഠ കഥ. കുരങ്ങനും പാവം പക്ഷിയും. ഒരിക്കൽ കനത്ത മഴ പെയ്യുമ്പോൾ ഒരു കുരങ്ങൻ മരക്കൊമ്പിലിരുന്ന് വിറയ്ക്കുകയായിരുന്നു. ആ മരത്തിൽ തന്നെ മനോഹരമായ കൂടൊരുക്കി സുഖമായി ഇരുന്നിരുന്ന ഒരു പക്ഷി ഇത് കണ്ടു. പക്ഷിക്ക് കുരങ്ങനോട് സഹതാപം തോന്നി. പക്ഷി പറഞ്ഞു: സുഹൃത്തേ, നിനക്ക് കൈകാലുകളുണ്ടല്ലോ. അടുത്ത മഴയ്ക്ക് മുൻപ് നിനക്കും ഒരു വീടുണ്ടാക്കിക്കൂടെ? അലഞ്ഞു തിരിയുന്നത് ശരിയല്ലല്ലോ. പക്ഷിയുടെ ഉപദേശം കേട്ട് കുരങ്ങന് ദേഷ്യം വന്നു. അവൻ വിചാരിച്ചു, ഇത്ര ചെറിയ പക്ഷി എന്നെ ഉപദേശിക്കാനായോ? മഴ ശമിച്ച ഉടനെ കുരങ്ങൻ ആ പക്ഷിയുടെ കൂട് പിച്ചിച്ചീന്തി നശിപ്പിച്ചു. പാവം പക്ഷിക്ക് വീട് നഷ്ടമായി. ഇവിടെ കുരങ്ങൻ ഒരു മൂർഖശിഷ്യനായിരുന്നു. ഉപദേശം സ്വീകരിക്കാൻ തയ്യാറല്ലാത്തവനെ ഉപദേശിക്കാൻ പോയതുകൊണ്ട് പക്ഷിക്കാണ് നഷ്ടം സംഭവിച്ചത്.